ഹലോ, എൻ്റെ ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്, പിന്നെ കൺഗ്രാജുലേഷൻ അന്നേരം കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് എനിക്ക് ലിങ്ക് ഇട്ട് തന്നപ്പോഴാണ് ഓരോരുത്തരുടെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ലിങ്കുകളും എല്ലാം ഇത് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തതും ഞാൻ ഷാലുവിനെ വിളിച്ച് പാനിക്കായിട്ട് എൻ്റെ അക്കൗണ്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാലുവാണ്. അപ്പോൾ ഷാലുവിനെ ഞാൻ വിളിച്ചിട്ട്, ഷാലു പെട്ടെന്ന് ഇങ്ങനൊരു സാധനമാണ്, ഷാലു എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാം, എനിക്ക് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, നീ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. അവളും നോക്കിയിട്ട് അവൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഫേക്ക് ന്യൂസ് ഇറങ്ങിയിരിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇപ്പോൾ സജ്ന നൂറിൻ്റെ ഒരു ദിവ്യഗർഭത്തിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോകളാണ് അല്ലേ. അതിൽ മൊത്തം FBയിലും അതുപോലെ തന്നെ യൂട്യൂബിലും മൊത്തം ഈ ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഈ ഒരു വീഡിയോ ആണ്. അപ്പോൾ സജ്ന അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ടുള്ളൊരു വീഡിയോ വന്നിരിക്കുകയാണ്. പുള്ളിക്കാരി പറയുന്നത് അത് ഫേക്കാണ്, ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അത് എൻ്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തതാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിലൊരുപാട് കമൻറ്റ് കണ്ടു, നിൻ്റെ അക്കൗണ്ട് ആര് ഹാക്ക് ചെയ്യാനാണ്, ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരി പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഫിറോസ് ആണല്ലോ പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ ശത്രു. അപ്പോൾ ഫിറോസ് ഹാക്ക് ചെയ്തിട്ട് ഇട്ടു എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ്റെ ആ ഒരു സംസാര രീതിയൊക്കെ നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിക്കാണ് വരുന്നത്. അപ്പോൾ ആളുകളെല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതൊരു ഫേക്ക് ന്യൂസ് ആണെങ്കിൽ കേസ് കൊടുക്കുക, അല്ലാതെ വെയിറ്റ് ചെയ്തിരിക്കുകയല്ല ചെയ്യേണ്ടത്, കേസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് ഇത് പൂക്കുട്ടി റസൂൽ പൂക്കുട്ടി പറ്റിച്ചിട്ട് പോയി, അപ്പോൾ അതൊരു ഫേക്ക് ആക്കിയിട്ട് ഇറക്കിയിരിക്കുകയാണ്, പുള്ളിക്കാരി ഗർഭിണി തന്നെ ആയിരിക്കും എന്നുള്ള തരത്തിലുള്ള കമൻസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എത്രമാത്രം ഇതുണ്ടെന്നില്ല, ഗർഭിണിയാണെങ്കിൽ എന്താണെങ്കിലും മറച്ചു വെക്കാൻ പറ്റില്ല അല്ലേ, എന്താണെങ്കിലും അത് സത്യം പുറത്ത് വരും. എവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്താലും ഇപ്പോൾ കുറേ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്ത് ചെയ്താലും എങ്ങനെയാണെങ്കിലും ഈ ഒരു ഇതിപ്പോൾ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഇതിൽ എന്താണെങ്കിലും അത് പുറത്ത് വരിക തന്നെ ചെയ്യും. എന്തായാലും കുറച്ച് ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. അങ്ങനെ അവൾ എന്തൊക്കെയോ ചെയ്ത് റിക്കവർ ചെയ്ത് എടുത്തിട്ട് ഇപ്പം കാരണം അതിനകത്ത് വന്ന പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നെ കൊല്ലാക്കൊല ചെയ്യരുത്, ഞാനിത് കേസ് വഴി തന്നെ മൂവ് ചെയ്യാം. കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള എന്നെ കുറേ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെല്ലാം എന്നെ കുറേ അനാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്നെയും അദ്ദേഹത്തെയൊക്കെ വെച്ചിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലും അല്ല ഞാൻ. മാനസികാവസ്ഥയിൽ നിന്ന് ഞാൻ അങ്ങേയറ്റം തളർന്നിരിക്കുക. ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. ഓരോ ട്രോമയിൽ നിന്ന് ഞാൻ റിക്കവറായി വരുന്നതേ ഉള്ളൂ. എന്നെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ആര് കൊല്ലാക്കൊല ചെയ്താലും ഞാൻ ജീവിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കും. ചുമ്മാ ഇതാരും ആയിക്കോട്ടെ, ഞാൻ ആരാണെന്ന് ഇപ്പം മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ നാളെ സ്റ്റേഷനിൽ പോയിട്ട് ഈ സർവീസ് സെല്ലിൽ പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എടുത്ത് ഇതാരായാലും ഇത് എന്തായാലും ഞാൻ പൊക്കിയെടുത്ത് വരും. ഇതാരാണ് ഇങ്ങനെ ചെയ്തത്, എൻ്റെ ഹാക്ക് ചെയ്തത് ആരൊക്കെയാണ് ഇപ്പം എനിക്ക് എൻ്റെ സംശയങ്ങൾ ഞാൻ ആരൊക്കെയാണെന്ന് പറയുന്നില്ല. എനിക്ക് പല ആൾക്കാരെ സംശയമുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ തന്നെ എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആയിരുന്ന പല അക്കൗണ്ടുകളും ഉണ്ട്. പക്ഷെ ഇതാര് ചെയ്താലും ഞാൻ തിരിച്ച് ഉറപ്പായിട്ടും നിയമത്തിന്റെ മുന്നിൽ എന്ത് തന്നെയാണെങ്കിലും എന്ത് ഹാക്കായാലും അതെല്ലാം നോക്കാനും അതെല്ലാം ഇതാക്കാനുള്ളൊരു കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും സജ്ന നല്ലതിൽ. ഇപ്പോൾ ഇതിൽ സജ്ന നിരപരാധിയാണെങ്കിൽ അത് ആരാണ് ചെയ്തത് എന്നുള്ളൊരു സത്യം പുറത്ത് വരട്ടെ, അല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ഇപ്പം ഈ പുള്ളിക്കാരി തന്നെയാണ് റസൂൽ പൂക്കുട്ടിയായിട്ടുള്ള ഫോട്ടോകളും ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഇതിലെല്ലാം പുള്ളിക്കാരി പങ്കുവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വീഡിയോ വരുന്ന സമയത്തും ആളുകൾ എന്താണെങ്കിലും സജ്നനെ തന്നെ കുറ്റം പറയുള്ളൂ. എന്താ ചോദിച്ചാൽ ഈ പുള്ളിക്കാരി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം പങ്കുവെക്കുന്നത്. അപ്പോൾ അത് കാരണം ഇത് എന്താണെങ്കിലും ലീക്കാവും. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് എൻ്റെ ഇത് ഫേക്ക് ID ആണ്, ഇത് ആരോ എന്തോ ചെയ്തിരിക്കുകയാണ്. പുള്ളിക്കാരൻ സംസാരം ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഫിറോസ് ആവാൻ തന്നെയാണ് സാധ്യത. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ റസൂൽ പൂക്കുട്ടി
കുട്ടി പുള്ളിക്കാരിനെ പറഞ്ഞു പറ്റിച്ച് ചതിച്ചോന്നും അറിയില്ല. എന്തായാലും സത്യം പുറത്ത് വരട്ടെ. ഒരുപാട് യൂട്യൂബേഴ്സ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും സത്യം പുറത്ത് വരും. എന്താ പറയുക, നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കിന് മുമ്പിൽ ഇടുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഒരാളിൽ നിന്ന് അകൽച്ച പാലിക്കുകയും പിന്നെ വേറൊരാളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള വീഡിയോസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരുടെയും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾ അതെല്ലാം സത്യമാക്കി, ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ആളുകൾക്ക് അറിയുള്ളൂ. അപ്പോൾ അതെന്തായാലും ഇങ്ങനെയൊരു ഇത് വരുന്ന സമയത്ത് ആരാണെങ്കിലും അത് വിശ്വസിച്ച് പോവും. അതിന് ഈ കാണുന്ന ആളുകളെ അതുപോലെ ഇത് റിയാക്ട് ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ഈ ഒരു കാര്യം പുറത്ത് വരട്ടെ. ഇത് പുള്ളിക്കാരി ഗർഭിണിയാണോ അല്ലേ എന്നുള്ളത് സത്യം പുറത്ത് വരട്ടെ. എന്തായാലും ഫിറോസ് ഖാനൊന്നും അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിൽ എത്രമാത്രം സത്യം ഉണ്ട് എന്നുള്ളത്, ഗർഭിണിയാണോ അല്ലേ എന്നുള്ളത്. അതിനിടയിൽ കുറേ ആളുകൾ ഗർഭിണിയാണ് എന്ന് പറഞ്ഞിട്ട് കൺഗ്രാജുലേഷൻസ് ഇടാനും കുറേ ആളുകൾ, ഇതെന്താ പറയുക, ദിവ്യ ഗർഭത്തിനാണെങ്കിലും ഫേക്ക് ഗർഭത്തിനാണെങ്കിലും ഫേക്ക് ന്യൂസിനാണെങ്കിലും എന്താണെങ്കിലും സപ്പോർട്ട് ചെയ്യാനും ആളുകളുണ്ടല്ലോ എന്നാണ് ഞാൻ ഇതാക്കുന്നത്. എന്തിനും എന്തൊരു കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാൻ, അവിഹിതത്തിനും എല്ലാം സപ്പോർട്ട് ചെയ്യാൻ നൂറുകണക്കിന് ആളുകളാണ്. നല്ല കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനോ നല്ല കാര്യങ്ങൾ അത് ആളുകളിലേക്ക് എത്തിക്കാനോ ആരുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റും. ഇങ്ങനെയും ഇത് പറയുന്ന ആളുകൾ എൻ്റെ മുന്നോ നമിച്ചേ പറ്റുള്ളൂ. എന്തായാലും ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.